എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 32-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ഓം ആദിപരാശക്തിയേ നമ. മഹാത്രിപുരസുന്ദരിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 32. ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു, തന്ത്രമന്ത്ര വിദ്യകളൊക്കെ അറിയാവുന്ന ഗുരുക്കന്മാർക്ക് മാത്രമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്. അപ്പോൾ സാമാന്യമായ ഒരു അർത്ഥം പറയുന്നതേ ഉള്ളൂ. ഒരു സദ്ഗുരുവിൽ നിന്ന് തന്നെയാണ് ഈ മന്ത്രങ്ങളൊക്കെ പഠിക്കേണ്ടത്. അപ്പോൾ ഇപ്പം നോക്കാം. ശിവശക്തി കാമ ക്ഷിതിരഥ രവി ശീതകിരണ സ്മരോ ഹംസ ശക്രസ്തനു ച പരാ മാരഹരയ അമി ഹൃല്ലേഖാഭിസ്തി ശ്രീഭിരവസാനേഷു ഘടിത ഭജന്തേ വർണ്ണാസ്തേ തപ ജനനി നാമ അവയവതാം. ശിവശക്തി കാമ ക്ഷിതി അധ രവി ശീതകിരണ സ്മര ഹംസ ശക്ര തദനു ച പരാ മാര ഹരി അമി ഹൃല്ലേഖാഭി തിസൃഭി അവസാനേഷു ഘടിത ഭജന്തേ വർണ്ണാസ്തേ തപ ജനനി നാമ അവയവതാം. അല്ലയോ ലോകമാതാവേ, കകാരവും ഏകാരവും ഈകാരവും ളകാരവും പിന്നെ ഹകാരവും സകാരവും കകാരവും ഹകാരവും ലകാരവും പിന്നീട് സകാരവും കകാരവും ളകാരവും ഈ 12 അക്ഷരങ്ങൾ, ആദ്യം 4, പിന്നെ 5, പിന്നെ 3, ഈ അക്ഷരങ്ങളുടെ അവസാനങ്ങളിൽ 3 ഹ്രീങ്കാരങ്ങളോട് ചേർക്കപ്പെട്ടവയായിട്ട് 15 അക്ഷരങ്ങൾ നിൻ തിരുവടിയുടെ മന്ത്ര അവയവത്തെ പ്രാപിക്കുന്നു, അല്ലെങ്കിൽ നിൻ തിരുവടിയുടെ നാമമായും അവയവമായും തീരുന്നു. അപ്പോൾ ഇവിടെ ഓരോ ദേവന്മാരെ പ്രതിനിധീകരിക്കുന്ന അക്ഷരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ദേവിയുടെ ഈ ത്രിപുരസുന്ദരി മന്ത്രം, ഈ ശ്രീവിദ്യാമന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ദേവിയിലേക്ക് ലയിക്കുന്നതിന് വേണ്ടി താൻ തന്നെ ദേവി എന്ന് അറിയണമെങ്കിൽ എന്തറിഞ്ഞിരിക്കണം? ഈ പറഞ്ഞ ശ്രീവിദ്യാമന്ത്രം നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ നമ്മുടെ സ്വന്തം കാര്യം സാധിക്കാൻ വേണ്ടി ദേവി പറഞ്ഞ എന്താണ്? ഒരു ഭക്തൻ തൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു, അത് പോരാ, എന്നെ അവർ മനസ്സിലാക്കണം, അവരെന്നിലാണ് വന്നു ചേരേണ്ടത് എന്ന് പറഞ്ഞാണ് പരമേശ്വരനോട് പറഞ്ഞത്. എന്ത്? ശ്രീവിദ്യാമന്ത്രമാണ്. ശ്രീവിദ്യാമന്ത്രം ഈ ഭൂമിയിൽ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞ് ഭഗവാനെ കൊണ്ട് പരമശിവനെ കൊണ്ട് അവതരിപ്പിച്ചതാണ് ശ്രീവിദ്യാമന്ത്രം. ആ മന്ത്രത്തിലെ കാര്യങ്ങളാണ് പറയുന്നത്. ഇതിനെ ഈ പഞ്ചദശാക്ഷരി അതിരഹസ്യമായ ത്രിപുരസുന്ദരി മന്ത്രമാകുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പഞ്ചദശാക്ഷരി എന്ന് പറഞ്ഞാൽ 15 അക്ഷരങ്ങൾ. 15 അക്ഷരങ്ങൾ ഈ ദേവിയുടെ മന്ത്ര അവയവങ്ങളാണ്, അല്ലെങ്കിൽ ദേവിയുടെ നാമമാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ പഞ്ചദശാക്ഷരി അതിരഹസ്യമായ ത്രിപുരസുന്ദരി മന്ത്രമാകുന്നു. അപ്പോൾ ഇവിടെ ശിവശക്തി കാമ, ശിവനെ പ്രതിനിധീകരിക്കുന്ന അക്ഷരം കകാരം, ശക്തിയെ പ്രതിനിധീകരിക്കുന്നത് ഏകാരം, കാമനെ പ്രതിനിധീകരിക്കുന്നത് ഈകാരം, ക്ഷിതി അല്ലെങ്കിൽ ഭൂമി ലകാരം, അധ അവസാനോദ്യോതകം, രവി ഹകാരം, ശീതകിരണം ചന്ദ്രൻ സകാരം, സ്മരൻ കകാരം, ഹംസം ഹകാരം, ശക്രൻ ലകാരം, തദനു ച പര അവസാന ദ്യോതകം, പിന്നെ സകാരം, പരാന്ന് വെച്ചാൽ സകാരം, മാര ഹരി കകാരം ളകാരം, അമി ഈ 12 അക്ഷരങ്ങൾ, ഹൃല്ലേഖാഭി തിസൃഭി ഇതിനോടൊപ്പം ഈ 12 അക്ഷരങ്ങളോട് ഹ്രീംനൂടെ ചേർത്ത് കഴിഞ്ഞ് 3 ഹ്രീങ്കാരങ്ങൾ, അവസാനേഷു വിരാമസ്ഥാനങ്ങളിൽ, അതായത് ആദ്യം 4 അക്ഷരങ്ങളുടെയും പിന്നെ 5 അക്ഷരങ്ങളുടെയും പിന്നീട് 3 അക്ഷരങ്ങളുടെയും അവസാനത്തിൽ ചേർക്കപ്പെട്ടവയായിട്ട് പ്രാപിക്കുന്നു. അപ്പോൾ ഹ്രീം എന്ന് ചേർത്ത് കഴിയുമ്പോഴാണ് ഇതിന് പൂർണ്ണത വരുന്നത്. വർണ്ണാസ്തേ മുൻ പറഞ്ഞ കകാരാദ്യക്ഷരങ്ങൾ,
തവ ജനനി നിൻ തിരുവടിയുടെ അല്ലയോ ലോകമാതാവേ നാമ അവയവതാം ത്രിപുരസുന്ദരി മന്ത്രത്തിൻ്റെ അവയവത്തെ അല്ലെങ്കിൽ ത്രിപുരസുന്ദരിയുടെ നാമത്തിൻ്റെയും അവയവത്തിൻ്റെയും ഭാവത്തെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ ത്രിപുരസുന്ദരിയുടെ നാമമായും അവയവമായും ഭവിക്കുന്നു. ഒന്നുകൂടെ വിശദീകരിക്കുകയാണ്. അല്ലയോ ലോകമാതാവേ, കകാരവും ഏകാരവും ഈകാരവും. അപ്പം അതൊക്കെയാണ് ആദ്യം പറഞ്ഞത്. ശിവൻ്റെ കകാരം, ശക്തിയുടെ ഏകാരം, കാമൻ്റെ ഈകാരം, ഭൂമിയുടെ ളകാരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. അല്ലയോ ലോകമാതാവേ, കകാരവും ഏകാരവും ഈകാരവും ളകാരവും പിന്നെ ഹകാരവും സകാരവും കകാരവും ഹകാരവും ലകാരവും പിന്നീട് സകാരവും കകാരവും ളകാരവും ഈ 12 അക്ഷരങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് ഈ 12 അക്ഷരങ്ങൾ, ഏതൊക്കെ ദേവതമാരെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം 4 അക്ഷരം, പിന്നെ 5, പിന്നെ 3. ഈ അക്ഷരങ്ങളുടെ അവസാനങ്ങൾ ഹ്രീം എന്ന് ചേർത്ത് കഴിയുമ്പോഴാണ് 15 അക്ഷരങ്ങളുള്ള നിന്തിരുവടിയുടെ, നിന്തിരുവടി എന്ന് വെച്ചാൽ ദേവിയുടെ മന്ത്ര അവയവത്തെ പ്രാപിക്കുന്നു, അല്ലെങ്കിൽ ദേവിയുടെ നാമമായും അവയവമായും തീരുന്നു. അപ്പോൾ പൂർവ്വശ്ലോകത്തിൽ അഖില പുരുഷാർത്ഥങ്ങളെയും കൊടുക്കുന്നതിന് മറ്റൊന്നിനെ അപേക്ഷിക്കാത്ത സ്വതന്ത്ര തന്ത്രത്തെ പരമശിവൻ ഭൂമിയിൽ അവതരിപ്പിച്ചതായി പറഞ്ഞു. അങ്ങനെ ഒന്നിനും അങ്ങനെ പൂർവ്വശ്ലോകത്തിൽ അഖില പുരുഷാർത്ഥങ്ങളെയും കൊടുക്കുന്നതിന് കൊടുക്കുന്ന ഈ മറ്റ് പുരുഷാർത്ഥങ്ങളെയെല്ലാം ആളുകൾ ഒരു ഭക്തൻ തൻ്റെ ആഗ്രഹപൂർത്തീകരണത്തിന് വേണ്ടി ജപിക്കുന്ന മന്ത്രങ്ങൾ. അപ്പോൾ ആ മന്ത്രത്തിന് സ്വതന്ത്രതന്ത്രത്തെ പരമശിവൻ ഭൂമിയിൽ അവതരിപ്പിച്ചതായി പറഞ്ഞു. അപ്പം ദേവിയാ പറഞ്ഞത് എന്ത് വേണം, അത് മാത്രം പോരാ, അവരവരുടെ കാര്യം മാത്രം നോക്കി അവർക്ക് എന്ത് കിട്ടത്തില്ല, മോക്ഷം കിട്ടത്തില്ല. മോക്ഷം കിട്ടണമെങ്കിൽ എന്ത് വേണം, ഈ ശ്രീവിദ്യാമന്ത്രം കൂടെ അവർ അറിഞ്ഞിരിക്കണം. മന്ത്രം അറിഞ്ഞെങ്കിൽ മാത്രമേ അവർ ദേവിയിൽ ലയിച്ചു ചേരുകയുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും അവർ കെട്ടുപാടുകളിൽ, അപ്പം തന്നെ അവരവരുടെ ആവശ്യത്തിന് വേണ്ടി മന്ത്രങ്ങൾ ഉപയോഗിച്ച് കാര്യസാധ്യം കഴിയുമ്പോൾ എന്താണ്, അവർ വീണ്ടും കെട്ടുപാടുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ അവരെ കെട്ടുപാടുകളിൽ നിന്നും മാറ്റി മോക്ഷം കൊടുക്കണമെങ്കിൽ എന്ത് വേണമെന്നാണ് പറഞ്ഞത്, ശ്രീവിദ്യാമന്ത്രം അവർക്ക് വേണം. അങ്ങനെ ആ ശ്രീവിദ്യാമന്ത്രകമായ തന്ത്രത്തെയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഈ പഞ്ചദശാക്ഷരി അതിരഹസ്യമായ ത്രിപുരസുന്ദരി മന്ത്രമാകുന്നു. അതാണ് ദേവിയുടെ നാമമായും അവയവമായും തീരുന്നത്. എല്ലാവർക്കും മഹാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.